ഹായ് ഫ്രണ്ട്സ്, സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത ശബ്ദത്തെ ഒരു പ്രൊഫഷണൽ ക്ലാരിറ്റിയിലേക്ക് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മളോട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് Audacity. ഇപ്പോൾ മൊബൈൽ ഫോണിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, ലാപ്ടോപ്പിൻ്റെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ലാപ്ടോപ്പിൽ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി Audacity ഓപ്പൺ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സാമ്പിൾ ഫയൽ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ Audacity ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും പറഞ്ഞ ഈ വാക്കിൻ്റെ ഈ ഒരു കാര്യത്തിനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്. അതിൽ നമുക്കിപ്പോൾ നോക്കുമ്പോൾ രണ്ട് എൻഡിലും കുറച്ച് ഹിസ് സൗണ്ട് കേൾക്കാം. ഈ ഹിസ് സൗണ്ടിനെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ സാമ്പിൾ ഫയലായിട്ട് ഈ ഹിസ് സൗണ്ടിനെ സെലക്ട് ചെയ്ത് ഇഫക്റ്റ് ബട്ടണിൽ നോയ്സ് റിഡക്ഷൻ എന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിൽ ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ആ ഏരിയയിൽ നിന്ന് പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഈ മൊത്തം ഏരിയ സെലക്ട് ചെയ്ത് എഗെയിൻ ഇഫക്റ്റ് ബട്ടണിൽ പോയി നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഏരിയ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി കേട്ട് നോക്കാം. കുറച്ചുകൂടിയും നോയ്സ് റിമൂവ് ചെയ്യാനുണ്ട്. ഒന്നുകൂടി സെലക്ട് ചെയ്യുക, ഇഫക്റ്റ് ബട്ടണിൽ ഒന്നുകൂടി പോവുക, നോയ്സ് റിഡക്ഷൻ, ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ, എഗെയിൻ കൺട്രോൾ എ അടിച്ച് സെലക്ട് ചെയ്യുക, ഇഫക്റ്റ് നോയ്സ് റിഡക്ഷൻ. ഓക്കെ, ഇപ്പോൾ സംവാട്ട് ഇവിടെ ഫ്ലാറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം അവിടുത്തെ ഡിസ്റ്റർബിങ് സൗണ്ടുകൾ പോയി തന്നെയാണ്. ഇനി ഒന്നുകൂടി കേട്ട് നോക്കാം. ഡിജിറ്റൽ ക്ലാരിറ്റി ഇവിടെ കേൾക്കുന്ന ഈ ബ്ലാങ്ക് സ്പേസുകൾ ഇനി റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അനാവശ്യമായിട്ടുള്ള ഏരിയകൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം ചെയ്യുന്നത് ഇഫക്റ്റ് ബട്ടണിൽ പോയി നമ്മൾ ഇതിന് ഒരു ഡിജിറ്റൽ ഇഫക്റ്റ് കൊടുക്കുന്നത് ഈക്വലൈസേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ്. ഈക്വലൈസേഷൻ ബട്ടണിൽ സാധാരണഗതിയിൽ ഫ്ലാറ്റനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിനെ നമുക്ക് ഒന്നുകിൽ ഡ്രോ ചെയ്ത് ഗ്രാഫിക്കായിട്ട് തന്നെ ഈ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഈക്വലൈസർ ബട്ടൺ വഴി ഇതേ രീതിയിൽ എൻഹാൻസ് ചെയ്യാം. ഏതാണ് നമുക്ക് സൗകര്യം തോന്നുന്നെങ്കിൽ ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ശബ്ദത്തിൻ്റെ ആവശ്യമായ ഫ്രീക്വൻസികൾ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും ഈസി ആയിട്ടിത് ചെയ്യാവുന്നത് ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി ഈ ലൈനിനെ മൊത്തമായി 12 dB വരെ എൻഹാൻസ് ചെയ്യുക. 200 ഹെഡ്സിൽ വെച്ച് താഴേക്ക് മൂവ് ചെയ്യുക. ദെൻ ഒരു 4000 ഹെഡ്സ് മുതൽ മുകളിലേക്ക് മൂവ് ചെയ്യുക. ബാക്കി എല്ലാ ഭാഗവും താഴേക്കാണ് വരേണ്ടത്. ഓക്കെ, ഏതാണ്ട് ഈ ഒരു പൊസിഷനിലുള്ള ഒരു ഫ്രീക്വൻസി ശബ്ദം തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. കേട്ടു നോക്കാം. ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ Audacity ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചുകൂടി ബാസ് വേണമെങ്കിൽ ഇനിയും റൈസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിർത്തുന്നു. അതിനെ ഈ പൊസിഷൻ്റെ ഗ്രാഫിക് ഈക്വലൈസർ എങ്ങനെയാണെന്ന് ഇവിടെ നോക്കിയാൽ കാണാം. വേണമെങ്കിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടുന്ന് മൈൻ ഔട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കും. ശബ്ദത്തിൻ്റെ നടുവിലുള്ള ഭാഗം താഴേക്കാക്കുന്നതായിരിക്കും ക്വാളിറ്റി കേൾക്കാൻ നല്ലത്. ഓക്കെ, ഒന്നുകൂടി കേട്ട് നോക്കാം. ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ Audacity ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചുകൂടി ബാസ് വരേണ്ടതുകൊണ്ട് ഈ എൻഡിലെ ശബ്ദം മാത്രം ഒന്നുകൂടി മുകളിലേക്ക് റൈസ് ചെയ്യുന്നു. ഓക്കെ, ഗെയിൻ ട്രൈ ചെയ്യുന്നു. ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ Audacity ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ശബ്ദത്തെ സേവ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ശബ്ദത്തിൽ ഇനി ചെയ്യുന്നത് ഇഫക്റ്റിൽ പോയി ഒരു ചെറിയ എക്കോ ആഡ് ചെയ്യുകയാണ്. എക്കോ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നോർമലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ശബ്ദം കുറച്ചുകൂടി ഒന്ന് ചെറുതായി. അതിനുശേഷം എക്കോ ആഡ് ചെയ്യുന്നു. എക്കോയിൽ ഡിലേ ടൈം എപ്പോഴും 0.2ഉം ഡിലേ ഫാക്ടർ 0.1ഉം ആയിരിക്കും നല്ലത്. ഒന്നുകൂടി കേട്ടു നോക്കാം. ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ Audacity ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇഫക്റ്റിൽ പോയി കംപ്രസർ എന്ന ഓപ്ഷൻ ഒരിക്കൽ കൂടി നോർമലൈസ് ചെയ്യുന്നു. അതിനുശേഷം കംപ്രസർ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നു. അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന വാല്യൂസ് യൂസ് ചെയ്താൽ മതി. ദെൻ ഒന്നുകൂടി നോർമലൈസ് ചെയ്യുന്നു.
ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സുകളെ ഒന്നുകൂടി പറയാം. റെക്കോർഡ് ചെയ്യുന്നു, അതിനുശേഷം നോയ്സ് റിമൂവൽ, സാമ്പിൾ നോയ്സ് എടുത്ത് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കാവശ്യമായ ഈക്വലൈസർ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തിനെ എൻഹാൻസ് ചെയ്യുന്നു. ദെൻ നോർമലൈസ് ചെയ്യുന്നു, എക്കോ ആഡ് ചെയ്യുന്നു, എഗെയിൻ നോർമലൈസ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു, നോർമലൈസ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത ഈ ഓഡിയോ ഒന്നുകൂടി കേട്ടോ. ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ ഒഡാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ശബ്ദത്തെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഒരു ഓഡിയോ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നു. ഒഡാസിറ്റി എന്ന് പറയുന്നൊരു MP3 ഫയലായിട്ട് അതിനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഫയൽ നമുക്ക് മറ്റ് പല പർപ്പസിനും ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.